KTU 2019 സ്കീമിൻ്റെ S1 S2ൻ്റെ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ 6th മൊഡ്യൂളിൻ്റെ തിയറിയാണ്. ഇതിൽ ഫസ്റ്റ് ടോപ്പിക്ക് FM സൂപ്പർ ഹെറ്ററോഡൈൻ റേഡിയോ റിസീവറാണ്. പിന്നെ നമ്മൾ ഫ്രീക്വൻസി മോഡുലേറ്റ് ചെയ്ത സിഗ്നലിനെ നമ്മൾ ആൻറ്റിന വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിൻ്റെ റിസീവിങ് സൈഡാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് തന്നെ ആൻറ്റിനയാണ്. അപ്പോൾ ഈ ആൻറ്റിന ഒരു റിസീവിങ് ആൻറ്റിനയായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റിന നമ്മുടെ സിഗ്നലിനെ റിസീവ് ചെയ്ത് RF ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യും. ഈ RF ആംപ്ലിഫയർ സ്റ്റേജ് നമ്മുടെ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് മിക്സറിലേക്ക് കണക്ട് ചെയ്യും. മിക്സറിന് 2 ഇൻപുട്ടാണുള്ളത്. ഒന്ന് RF ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടും നെക്സ്റ്റ് വൺ ലോക്കൽ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടുമാണ്. ലോക്കൽ ഓസിലേറ്റർ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഈ 2 സിഗ്നലും കൂടി ഒരു മിക്സറിലേക്ക് അപ്ലൈ ചെയ്യും. മിക്സർ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. FMൻ്റെ കേസിൽ 10.7 മെഗാഹെർട്സിലുള്ള ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആയിട്ട് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യും. ഈ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് IF ആംപ്ലിഫയർ ഒരു ലിമിറ്ററിലേക്ക് അപ്ലൈ ചെയ്യും. ലിമിറ്റർ നമ്മുടെ സിഗ്നലിലെ നോയ്സ് സിഗ്നലുകളെല്ലാം റിമൂവ് ചെയ്യും. അതായത് ഒരു കോൺസ്റ്റൻ്റ് ആംപ്ലിറ്റ്യൂഡ് സിഗ്നലായിരിക്കും ലിമിറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ദെൻ നമ്മളിതിനെ ഡീമോഡുലേറ്റർ ആൻഡ് ഡീ എംഫസൈസിങ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യും. ദെൻ അതായത് നമ്മുടെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെ അറ്റൻവേറ്റ് ചെയ്ത് നമ്മുടെ AF പവർ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. AF പവർ ആംപ്ലിഫയർ നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ പവർ ലെവൽ ഇൻക്രീസ് ചെയ്ത് ലൗഡ് സ്പീക്കറിലേക്കായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ലൗഡ് സ്പീക്കർ അഗെയിൻ നമ്മുടെ ഒറിജിനൽ സൗണ്ട് സിഗ്നൽ റിക്കവർ ചെയ്തിട്ടുണ്ടാവും. ഇതിനെയാണ് FM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൽ പറയുന്നത്. അതിൻ്റെ താഴെ നമ്മുടെ AMൻ്റെയും FMൻ്റെയും കമ്പാരിസണാണ് നമ്മൾ തന്നിരിക്കുന്നത്. AM FM നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ടോപ്പിക്സാണ്. ദെൻ അതിൻ്റെ കമ്പാരിസൺ ആണ് തന്നിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് നമ്മുടെ ജനറേഷൻ നമ്മുടെ 1G 2G ഒക്കെയാണ് തന്നിട്ടുള്ളത്. അത് കമ്പാരിസൺ ടേബിളായിട്ടൊന്ന് നോക്കി വയ്ക്കുക.